അസ്സലാമു അലൈക്കും. ഇന്ന് നെജിലാൻ്റെ 2-3 വീഡിയോ കണ്ടു, അത് പറയാനും പിന്നെ ഒരു ഇത്താൻ്റെ വീഡിയോ കണ്ടു, അതും പറയാം. നെജിലാക്ക് വേണ്ടി ഒരു പാട്ടും പാടാം. അപ്പോൾ നെജില 2 കെട്ടിക്കണു. ഒരു കുട്ടി ഒരു വാപ്പാൻ്റെ, 2 കുട്ടികൾ വേറെ വാപ്പാൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ച് ദിവസമായി ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെജില 2 കെട്ടിയാൽ നമുക്കെന്താ, 1 കെട്ടിയാൽ നമുക്കെന്താ, എന്താണ് ഇപ്പോൾ പറയാൻ. നമ്മളെ നാട്ടിൽ കൂടെ 2ഉം 3ഉം ഒക്കെ കെട്ടി നടക്കണവരുണ്ടല്ലോ. പിന്നെ സ്വന്തം പ്രസവിച്ച മക്കളെ ഇപ്പോൾ നമ്മളൊരു വാർത്തയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണത്തിനാണ് തെരുവിൽ കൊണ്ടുപോയിടുന്നു. ചാക്ക് കെട്ടി പുഴയിലിടുന്നു, പാറയിൽ തല തല്ലി ഉടയ്ക്കണു, ഇട്ടിട്ട് വേറെ വഴിക്ക് ഓടിപ്പോണു. അങ്ങനെയൊന്നും നെജില ചെയ്തില്ലല്ലോ. ആ മക്കളെ വളർത്തല് മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണല്ലോ അവൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. പിന്നെ പഴയ ജീവിതം എന്നോള് പറയാതിരിക്കണത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തിനിപ്പോൾ പഴയതൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ പറയാൻ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പറയാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിലും പറയാതിരിക്കുന്നതല്ല. അവൾ ഇപ്പോഴത്തെ ജീവിതമാണ് പറയണത്. അത് പല വീഡിയോയിലും അവൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജീവിതമാണ് പറയണത്, പഴയ ജീവിതം ഞാൻ പറയണില്ല, എനിക്കത് ഓർക്കാൻ ഇഷ്ടമല്ല. കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ പറയാനുണ്ട്. അപ്പോൾ അത് പറയാതിരിക്കണം നല്ലത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ 10, 60 പെണ്ണുങ്ങൾക്ക് 55-60 വയസ്സ് വരെ ഈ വാർദ്ധക്യത്തിൽ ആരുമില്ല, ഒറ്റയ്ക്കാവുമെന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് അവർക്കൊക്കെ 2, 3, 4 മക്കളുണ്ട്. ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് 2 മക്കളായപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, വീണ്ടും കെട്ടി, അതിലും 2 മക്കൾ. അതൊക്കെ ഒരു തെറ്റാണോ? കല്യാണം കഴിച്ചിരിക്കല്ലേ, മക്കളിട്ട് ഓടിപ്പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മക്കളെ നോക്കുന്നുണ്ടല്ലോ. എന്താണെങ്കിലും അവൾക്ക് റബ്ബ് ഹൈറ് കൊടുക്കട്ടെ. ആ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്. 3 ചെറിയ മക്കളല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അവളെ കുത്തി നോവിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഇനിയിപ്പോൾ സത്യം അറിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പോകണില്ല. അവളെ സമൂഹത്തിൻ്റെ ഇടയിൽ കുറച്ച് നമുക്ക് തരം താഴ്ത്താന്നല്ലാതെ അന്യൻ്റെ ന്യൂനത മറച്ചു വെക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ ഇസ്ലാമിൽ. അപ്പോൾ നമ്മളതെടുത്ത് വെളിച്ചത്തിടുക ചെയ്യണം. അപ്പോൾ വേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. എങ്ങനെയോ ആരോ ജീവിച്ചു പോട്ടെ, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. അപ്പോൾ ഞാൻ ഏതായാലും നെജിലാക്ക് വേണ്ടി ഇന്നൊരു പാട്ട് പാടാമെന്ന് വിചാരിച്ചിരിക്കണം. എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ നെജിലാക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് തോന്നിയത് പറഞ്ഞു മാത്രം. കാരണം മറ്റുള്ളവരെ കുത്തി നോവിച്ചിട്ട് നമുക്കൊന്നും കിട്ടാമല്ലോ എന്നുള്ളതിലേക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. അതേപോലെ എൻ്റെ പാട്ടിലും വല്ല തെറ്റുകളും വരുന്നുണ്ടെങ്കിൽ പൊറുക്കണേ, ക്ഷമിക്കണേ. ഞാൻ പാടുകയാണേ. നോവുന്നല്ല ഉള്ളം നീറുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു. നോവുന്നല്ല ഉള്ളം നീറുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു. കണ്ണീരിൽ നിന്റെ മുൻപിൽ നീട്ടും കൈകൾ, ഈ പാവി തേടും തേട്ടം നീ സ്വീകരിക്കല്ല. എൻ്റെ രാജാതിരാജനായ തമ്പുരാനേ, നോവുന്നല്ല ഉള്ളം നീറുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു. നോവുന്നല്ല ഉള്ളം നീറുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു. ഷൗക്കേറും ദുനിയാവിൻ സൗന്ദര്യം കണ്ട് നേർവഴി മറന്നു ഞാൻ സുബ്ഹാനേ. ബഹറോളം ഇടനെഞ്ചിൽ നൊമ്പരം പേറി മതിമറന്നു ഞാൻ ഈ ലോകമിൽ. ഹൈറും ഷർറും അറിയാൻ നേരം ഇന്നെൻ മുന്നിൽ തെളിയുന്നു. മൗത്തിൻ മുമ്പേ നിൻ വഴി എന്നിൽ കാട്ടിടേണേ മന്നാനേ. നോവുന്നല്ല ഉള്ളം നീറുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു. നോവുന്നല്ല ഉള്ളം നീറുന്നു, തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു.
എണ്ണിയാൽ തീരാത്ത കുതിരത്ത് ഭൂമിയിൽ ഒളിപ്പിച്ചു വെച്ചു നീ റഹ്മാനേ. അതിലൊന്നാകുന്ന ഈമാൻ്റെ നേർവഴിയിൽ ഈമാനും നൽകൻ്റെ പെരിയോനെ. എന്നും നിന്റെ നാമം വാഴ്ത്താൻ ആഫിയത്തേകുതയ്യാനെ. മുത്ത് റസൂലെന്നുമ്മത്തിയായി മൗത്താക്കേണേ ഉടയോനെ. നോവുന്നല്ലാ ഉള്ളം നീറുന്നു, നോവുന്നല്ലാ എൻ്റെ കൽബും കരയുന്നു. കണ്ണീരാൽ നിന്റെ മുൻപിൽ നീട്ടും കൈകൾ ഈ പാവി തേടും തേട്ടം നീ സ്വീകരിക്കല്ല. എൻ്റെ രാജാധിരാജനായ തമ്പുരാനേ. നോവുന്നല്ലാ ഉള്ളം നീറുന്നു, നോവുന്നല്ലാ എൻ്റെ കൽബും കരയുന്നു. നോവുന്നല്ലാ എൻ്റെ കൽബും കരയുന്നു.